അമേരിക്കൻ തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡിസിയിലെ തന്ത്രപ്രധാനമായ ദേശീയ സ്മാരകങ്ങൾക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടായ സംഭവം പാശ്ചാത്യ രാഷ്ട്രീയത്തിലും സുരക്ഷാ വൃത്തങ്ങളിലും വലിയ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ്. വാഷിംഗ്ടണിലെ നാഷണൽ മാളിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ രണ്ടാം ലോക മഹായുദ്ധ സ്മാരകത്തിന് നേരെയാണ് ഏറ്റവും ഒടുവിലായി വൻതോതിലുള്ള ആക്രമണം നടന്നത്. സ്മാരകത്തിന്റെ ചുവരുകളിൽ നിയോൺ പെയിന്റുകൾ ഉപയോഗിച്ച് ഗ്രാഫിറ്റികൾ എഴുതിവെക്കുകയും അതിലെ ജലധാരയിലാകെ സോപ്പ് പതകൾ നിറയ്ക്കുകയും തല്ലി തകർക്കുകയും ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത്. ഇതോടെ ട്രംപിനെതിരെ ഒരു വിഭാഗം ജനങ്ങളും പ്രതിഷേധവുമായി രംഗത്തെത്തി. ട്രംപിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് അമേരിക്കയിൽ നിരന്തരം ഉണ്ടാകുന്ന ആക്രമണങ്ങളെന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. എന്നാൽ സംഭവത്തിൽ അതിരൂക്ഷമായ പ്രതികരണവുമായി ട്രംപ് നേരിട്ട് രംഗത്തെത്തി. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വീരന്മാരോട് കാണിച്ച ഏറ്റവും വലിയ അപമാനമാണ് ഇതെന്ന് വിശേഷിപ്പിച്ച ട്രംപ് കുറ്റവാളികളെ പിടികൂടാൻ അന്വേഷണ സംഘങ്ങൾ പൂർണ്ണ സജ്ജരാണെന്ന് അറിയിച്ചു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ രോഷപ്രകടനം. അന്വേഷണ ഏജൻസികൾ നിലവിൽ കുറ്റവാളികളുടെ തൊട്ടു പിന്നാലെയുണ്ടെന്നും ആരെയും വെറുതെ വിടില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. സംഭവത്തിൽ നാഷണൽ പാർക്ക് പോലീസും US ഇന്റീരിയർ ഡിപ്പാർട്ട്മെന്റും ചേർന്ന് വിപുലമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്മാരകത്തെ ഇത്തരത്തിൽ വികൃതമാക്കിയത് വെച്ചു പൊറുപ്പിക്കാനാവില്ലെന്നും ഉത്തരവാദികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്നും അധികൃതർ വ്യക്തമാക്കി. സ്മാരകത്തിൽ നിയോൺ ഓറഞ്ച്, പച്ച തുടങ്ങിയ നിറങ്ങളിൽ ക്ലീൻ ഹാൻഡ്സ് ഡേർട്ടി എന്നിങ്ങനെയുള്ള വാചകങ്ങളാണ് എഴുതിവെച്ചത്. ഇതിനു പുറമെ സ്മാരകത്തിലെ വലിയ ജലധാരയിൽ വലിയ അളവിൽ സോപ്പ് ദ്രാവകം കലക്കിയതിനെ തുടർന്ന് പരിസരമാകെ പതഞ്ഞു പൊങ്ങുകയായിരുന്നു. ഈ പുതിയ സംഭവത്തെ മുൻപ് നടന്ന റിഫ്ലക്റ്റിംഗ് പൂൾ വിവാദവുമായി ട്രംപ് പരസ്യമായി ബന്ധപ്പെടുത്തി സംസാരിച്ചു. ലിങ്കൺ മെമ്മോറിയലിന് സമീപമുള്ള റിഫ്ലക്റ്റിംഗ് പൂളിലും മുൻപ് സമാനമായ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ആദ്യം റിഫ്ലക്റ്റിംഗ് പൂൾ, ഇപ്പോൾ ഇതും എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. എന്നാൽ റിഫ്ലക്റ്റിംഗ് പൂൾ കേസിന്റെ പശ്ചാത്തലം തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ആ സംഭവത്തിൽ പ്രതി ചേർക്കപ്പെട്ടവർക്കെതിരെയുള്ള കുറ്റപത്രങ്ങളും കേസും പിന്നീട് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് തള്ളിക്കളയുകയായിരുന്നു. നിർമ്മാണത്തിലെ പിഴവുകളാണ് അവിടെ ജലധാരയ്ക്കും പൂളിന്റെ കോട്ടിങ്ങിനും കേടുപാടുകൾ വരുത്തിയത് എന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു നിയമ നടപടികൾ അവസാനിപ്പിച്ചത്. റിഫ്ലക്റ്റിംഗ് പൂൾ കേസ് പിൻവലിച്ചതിനെ തുടർന്ന് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലെയും വാഷിംഗ്ടൺ ഡിസിയിലെ ഫെഡറൽ പ്രോസിക്യൂട്ടർമാരുമായും ട്രംപ് തുറന്ന അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു. കേസ് അവസാനിപ്പിച്ചത് തന്റെ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണെന്ന് അദ്ദേഹം വിമർശിച്ചിരുന്നു. സ്മാരകം ആക്രമിക്കപ്പെടാൻ ഇടയായതിന്റെ യഥാർത്ഥ കാരണം അല്ലെങ്കിൽ അതിനു പിന്നിലെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി സ്ഥിരീകരിക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷമാണോ അതോ മറ്റേതെങ്കിലും പ്രതിഷേധങ്ങളുടെ ഭാഗമാണോ ഈ സംഭവം എന്ന കാര്യം പരിശോധിച്ചു വരികയാണ്. ഈ സംഭവത്തിന് പിന്നാലെ നാഷണൽ മാൾ പരിസരത്തും മറ്റ് ദേശീയ സ്മാരകങ്ങളുടെ അറ്റത്തും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നാഷണൽ ഗാർഡ് അംഗങ്ങളെയും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും പെട്രോളിംഗിനായി വിന്യസിച്ചു. സൈനിക ഓർമ്മ പുതുക്കുന്ന സ്മാരകത്തിന് നേരെ നടന്ന ഈ നീക്കത്തിനെതിരെ വൈറ്ററൻ സംഘടനകളും കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. VFW പോലെയുള്ള സംഘടനകൾ ഈ സംഭവത്തെ രാജ്യത്തിനായി ജീവൻ വെടിഞ്ഞ സൈനികരോടുള്ള കടുത്ത ആദരവില്ലായ്മയായി ചിത്രീകരിച്ചു. അതേസമയം അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ സ്മാരകങ്ങൾക്ക് നേരെയുള്ള ആക്രമണം വലിയൊരു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് വർഷങ്ങളിലും രാഷ്ട്രീയ അസ്ഥിരത നിലനിൽക്കുന്ന സമയങ്ങളിലും ഇത്തരം സംഭവങ്ങൾ വൻ പ്രാധാന്യത്തോടെയാണ് ജനങ്ങൾ വീക്ഷിക്കുന്നത്. സ്മാരകം വികൃതമാക്കാൻ ഉപയോഗിച്ച കെമിക്കലുകളും പെയിന്റുകളും നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നാഷണൽ പാർക്ക് സർവീസ് അതിവേഗം ആരംഭിച്ചിട്ടുണ്ട്. ഗ്രാനൈറ്റ് തൂണുകൾക്കും മറ്റ് ചരിത്രപരമായ നിർമ്മിതികൾക്കും കേടുപാടുകൾ സംഭവിക്കാത്ത രീതിയിൽ പ്രത്യേക ശുചീകരണ സാങ്കേതിക വിദ്യയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. പൊതുമുതൽ നശിപ്പിക്കൽ, ദേശീയ സ്മാരകങ്ങൾ തകർക്കൽ എന്നീ കടുത്ത കുറ്റകൃത്യങ്ങൾ ചുമത്തിയാകും അറസ്റ്റിലാവുന്നവർക്കെതിരെ കേസെടുക്കുക. ഫെഡറൽ നിയമപ്രകാരം ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ദീർഘകാല തടവ് ശിക്ഷയും വൻതുക പിഴയും ലഭിക്കാൻ സാധ്യതയുണ്ട്. സാധാരണക്കാരായ സന്ദർശകരും വിനോദസഞ്ചാരികളും സ്മാരകത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. രാജ്യത്തിന്റെ ചരിത്രത്തെയും പാരമ്പര്യത്തെയും പ്രതിനിധീകരിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്ന് അവർ അഭിപ്രായപ്പെട്ടു. വാഷിംഗ്ടണിലെ രണ്ടാം ലോക മഹായുദ്ധ സ്മാരകം ആക്രമിക്കപ്പെട്ട സംഭവം കേവലം ഒരു ക്രമസമാധാന പ്രശ്നം എന്നതിനപ്പുറം വലിയൊരു രാഷ്ട്രീയ സുരക്ഷാ ചർച്ചയായി രൂപപ്പെട്ടിരിക്കുകയാണ്.
ട്രംപിന്റെ കടുത്ത നിലപാടും അന്വേഷണ ഏജൻസികളുടെ ദ്രുതഗതിയിലുള്ള നീക്കങ്ങളും വരും ദിവസങ്ങളിൽ പ്രതികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്നാണ് കരുതപ്പെടുന്നത്. എങ്കിലും രാജ്യത്തെ പരമോന്നത സ്മാരകങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഇനിയും വിപുലമായ മാറ്റങ്ങൾ ആവശ്യമാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്.